31/3/24 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 18/1/99 മധുബൻ. വർത്തമാന സമയം അനുസരിച്ച് വൈരാഗ്യവൃത്തി എമർജ് ചെയ്ത് സാധനയുടെ വായുമണ്ഡലം ഉണ്ടാക്കൂ. ഇന്ന് സ്നേഹത്തിൻ്റെ സാഗരമായ ബാബ്ദാദ തൻ്റെ അതിസ്നേഹികളായ കുട്ടികളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇന്നത്തെ ദിവസം വിശേഷിച്ച് സ്നേഹത്തിൻ്റെ ദിവസമാണ്. അമൃതവേള മുതൽ 4 ഭാഗത്തുമുള്ള കുട്ടികൾ സ്നേഹത്തിൻ്റെ അലകളിൽ ആടിക്കൊണ്ടിരിക്കുന്നു. ഓരോ കുട്ടിയുടെയും ഹൃദയത്തിലെ സ്നേഹം ദിലാരാമനായ ബാബയുടെ അടുക്കൽ എത്തിച്ചേരുന്നു. ബാബ്ദാദയും എല്ലാ കുട്ടികൾക്കും സ്നേഹത്തിനുള്ള റെസ്പോൺസായി സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും വരദാനം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ ബാബ്ദാദ യജ്ഞത്തിൻ്റെ സ്ഥാപനയിൽ വിശേഷ പരിവർത്തനത്തിൻ്റെ ദിവസമായി പറയുന്നു. ഇന്നത്തെ ദിവസം ബ്രഹ്മ ബാബ ഗുപ്ത രൂപത്തിൽ ബാക്ക് ബോണായി തൻ്റെ കുട്ടികളെ സാകാര രൂപത്തിൽ വിശ്വത്തിൻ്റെ അരങ്ങിൽ പ്രത്യക്ഷമാക്കി. അതിനാൽ ഈ ദിവസത്തെ കുട്ടികളുടെ പ്രത്യക്ഷതയുടെ ദിവസം എന്ന് പറയുന്നു, സമർത്ഥ ദിവസം എന്ന് പറയുന്നു, വിൽ പവർ നൽകുന്നതിൻ്റെ ദിവസം എന്ന് പറയുന്നു. ബ്രഹ്മ ബാബ ഗുപ്ത രൂപത്തിൽ കാര്യം ചെയ്യിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകമല്ല, കൂടെ തന്നെയാണ്, കേവലം ഗുപ്ത രൂപത്തിൽ ചെയ്യിച്ചു കൊണ്ടിരിക്കുന്നു. ഈ അവ്യക്ത ദിവസം കുട്ടികളുടെ കാര്യത്തെ തീവ്രഗതിയിലേക്ക് കൊണ്ടുവരാനുള്ള ദിവസമാണ്. ഇപ്പോഴും ഓരോ കുട്ടിയുടെയും ഛത്രഛായയായി പാലനയുടെ കർത്തവ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതുപോലെ മാതാവ് കുട്ടികൾക്ക് ഛത്രഛായയാകുന്നു, അതേപോലെ തന്നെ അമൃതവേള മുതൽ ബ്രഹ്മ ആകുന്ന മാതാവ് 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ പരിപാലന ചെയ്തുകൊണ്ടിരിക്കുന്നു. സാകാരത്തിൽ നിമിത്തമായിരിക്കുന്നത് കുട്ടികളാണ്. എന്നാൽ ഭാഗ്യവിധാതാവായ ബ്രഹ്മാവാകുന്ന മാതാവ് ഓരോ കുട്ടിയുടെയും ഭാഗ്യത്തെ കണ്ട് കുട്ടികൾക്ക് വിശേഷ ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ പാലന ചെയ്തുകൊണ്ടിരിക്കുന്നു. ശിവബാബ കൂടെ തന്നെയുണ്ട്. എന്നാൽ വിശേഷിച്ച് ബ്രഹ്മാവിന് പാലനയുടെ പാർട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഭാഗ്യവിധാതാവായ ബ്രഹ്മാവ് ഓരോ കുട്ടിക്കും വിശേഷിച്ച് സ്നേഹത്തിനുള്ള റിട്ടേണായി വരദാനങ്ങളുടെ ഭണ്ഡാരിയായി വിതരണം ചെയ്യുന്നു. ഏത് കുട്ടി എത്രത്തോളം അവ്യക്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് കൂടിക്കാഴ്ച ആഘോഷിക്കുന്നു, ആ ഓരോ കുട്ടിക്കും ഏതൊരു വരദാനം ആവശ്യമാണോ അത് സഹജമായി പ്രാപ്തമാകുന്നു. വരദാനങ്ങളുടെ തുറന്ന കലവറയാണ്. എന്ത് വേണമോ എത്ര വേണമോ അത്രയും പ്രാപ്തമാകാനുള്ള ശ്രേഷ്ഠ ദിവസമാണ്. സ്നേഹത്തിൻ്റെ റിട്ടേൺ ആണ് സഹജ വരദാനത്തിൻ്റെ ഗിഫ്റ്റ്. അപ്പോൾ ഗിഫ്റ്റിൽ പ്രയത്നിക്കേണ്ടി വരുന്നില്ല, സഹജ പ്രാപ്തി ഉണ്ടാകുന്നു. ഗിഫ്റ്റ് ആവശ്യപ്പെടാറില്ല, സ്വതവേ തന്നെ പ്രാപ്തമാകുന്നു. പുരുഷാർത്ഥത്തിലൂടെ വരദാനത്തിൻ്റെ അനുഭൂതിയുടെ പ്രാപ്തി മറ്റൊരു കാര്യമാണ്. എന്നാൽ ഇന്നത്തെ ദിവസം ബ്രഹ്മാവാകുന്ന മാതാവ് സ്നേഹത്തിൻ്റെ റിട്ടേണായി വരദാനം നൽകുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവരും സഹജമായി വരദാനം പ്രാപ്തമാകുന്നതിൻ്റെ അനുഭൂതി ചെയ്തോ? ഇപ്പോഴും സത്യമായ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ റിട്ടേണായി വരദാനം പ്രാപ്തമാക്കുവാൻ സാധിക്കും. വരദാനം പ്രാപ്തമാക്കാനുള്ള ഉപാധിയാണ് ഹൃദയത്തിലെ സ്നേഹം. എവിടെ ഹൃദയത്തിലെ സ്നേഹമുണ്ടോ ആ സ്നേഹം അങ്ങനെയുള്ളൊരു ഖജനാവാണ്. ആ ഖജനാവിലൂടെ ബാബ്ദാദയിലൂടെ ആഗ്രഹിക്കുന്ന അവിനാശി വരദാനം പ്രാപ്തമാക്കാൻ സാധിക്കും. ആ സ്നേഹത്തിൻ്റെ ഖജനാവ് ഓരോ കുട്ടിയുടെയും അടുക്കൽ ഉണ്ടോ? സ്നേഹത്തിൻ്റെ ഖജനാവ് ഉണ്ട്. അതിനാലാണല്ലോ എത്തിച്ചേർന്നത്. സ്നേഹം ആകർഷിച്ചു കൊണ്ടുവന്നു.
സ്നേഹത്തിലിരിക്കുന്നത് വളരെ സഹജമാണ്. പുരുഷാർത്ഥത്തിൻ്റെ പ്രയത്നം ചെയ്യേണ്ടി വരുന്നില്ല. കാരണം സ്നേഹത്തിൻ്റെ അനുഭവം ഓരോ ആത്മാവിനും തീർച്ചയായും ഉണ്ട്. കേവലം ഇപ്പോൾ ചിതറിക്കിടക്കുന്ന സ്നേഹമായിരുന്നു. കുറച്ച് ഒരിടത്ത്, കുറച്ച് മറ്റൊരിടത്തായിരുന്നു. ആ ചിതറിപ്പോയ സ്നേഹം ഒന്നുമായി മാത്രം യോജിപ്പിച്ചു. കാരണം മുൻപ് പ്രത്യേകം സംബന്ധങ്ങളായിരുന്നു. ഇപ്പോൾ ഒന്നിൽ സർവ്വസംബന്ധങ്ങളുമുണ്ട്. അപ്പോൾ സഹജമായി സർവ്വസ്നേഹവും ഒന്നിനോടായി. അതിനാൽ ഓരോരുത്തരും എൻ്റെ ബാബ എന്ന് പറയുന്നു. സ്നേഹം ആരോടാണ് ഉണ്ടാകുന്നത്? എൻ്റേതിനോട്. എല്ലാവരും പറയുന്നല്ലോ എൻ്റെ ബാബ. അതോ ദാദിമാരുടെ ബാബയാണോ? മഹാരഥികളുടെ ബാബയാണോ? എല്ലാവരുടെയും ബാബയാണല്ലോ. ഇന്നത്തെ ദിവസം എത്ര തവണ ഓരോ കുട്ടിയും ഹൃദയം കൊണ്ട് എൻ്റെ ബാബ, എൻ്റെ ബാബ എന്ന് പറഞ്ഞു. എല്ലാവരും എൻ്റെ ബാബ, എൻ്റെ ബാബ എന്ന് പറഞ്ഞ് ആത്മീയ സംഭാഷണം നടത്തിയല്ലോ. മുഴുവൻ ദിവസവും എന്താണ് ചെയ്തത്? സ്നേഹത്തിൻ്റെ പുഷ്പങ്ങൾ ബാബ് ദാദയ്ക്ക് അർപ്പിച്ചു. ബാബ് ദാദയുടെ അടുക്കൽ സ്നേഹത്തിൻ്റെ വളരെ മേന്മയേറിയ പുഷ്പങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സ്നേഹം വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, സ്നേഹത്തിൻ്റെ സ്വരൂപം സാകാരത്തിൽ എമർജ് ചെയ്യൂ. അതാണ് സമാനമാവുക. ഇപ്പോൾ ഈ സമാനം ആകുന്നതിൻ്റെ ലക്ഷ്യം എല്ലാവരുടെയും അടുക്കലുണ്ട്. ഇപ്പോൾ സാകാരത്തിൽ ലക്ഷണം കാണപ്പെടട്ടെ. ഏത് കുട്ടിയെ കണ്ടാലും, ആരെ കണ്ടുമുട്ടിയാലും, സംബന്ധ സമ്പർക്കത്തിൽ വന്നാലും അവർക്ക് ഈ ലക്ഷണം കാണപ്പെടണം. പിതാവായ പരമാത്മാവിൻ്റെയും ബ്രഹ്മബാബയുടെയും ഗുണങ്ങൾ എങ്ങനെയുള്ളതാണോ അത് കുട്ടികളുടെ മുഖത്തിലൂടെയും രൂപത്തിലൂടെയും കാണപ്പെടട്ടെ. ഇവരുടെ നയനം, ഇവരുടെ വാക്ക്, ഇവരുടെ വൃത്തിയും വൈബ്രേഷനും വേറിട്ടതാണ് എന്ന് അനുഭവിക്കട്ടെ. മധുബനിൽ വരുമ്പോൾ ബ്രഹ്മ ബാബയുടെ കർമ്മം സാകാരത്തിൽ ഉണ്ടായിരിക്കുന്നത് കാരണം ഭൂമിയിൽ തപസ്യയുടെയും കർമ്മത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വൈബ്രേഷൻ അലിഞ്ഞിരിക്കുന്നത് കാരണം ഈ ലോകം വേറിട്ടതാണ് എന്നത് ഇവിടെ സഹജമായി അനുഭവിക്കുന്നു. കാരണം ബ്രഹ്മ ബാബയുടെയും വിശേഷ കുട്ടികളുടെയും വൈബ്രേഷനിലൂടെ അലൗകിക വായുമണ്ഡലം ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഏത് കുട്ടി എവിടെ കഴിഞ്ഞാലും, കർമ്മക്ഷേത്രം ഏതു തന്നെ ആയാലും, ഓരോ കുട്ടിയിൽ നിന്നും ബാബയ്ക്ക് സമാനമായ ഗുണവും കർമ്മവും ശ്രേഷ്ഠ വൃത്തിയുടെ വായുമണ്ഡലവും അനുഭവത്തിൽ വരണം. ഇതിനെയാണ് ബാബയ്ക്ക് സമാനമാവുക എന്ന് ബാബ് ദാദ പറയുന്നത്. ബാബ് സമാൻ ആവുക തന്നെ വേണം എന്ന് ഏതൊരു സങ്കല്പമാണോ ഇപ്പോൾ വരെയുമുള്ളത്, ആ സങ്കല്പം ഇപ്പോൾ മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും കാണപ്പെടട്ടെ. ആര് തന്നെ സംബന്ധ സമ്പർക്കത്തിൽ വന്നാലും അവരുടെ ഹൃദയത്തിൽ നിന്നും ഈ വാക്കുകൾ വരണം, ഈ ആത്മാക്കൾ ബാബ് സമാനാണ്. ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്നുണ്ടായിരുന്നു. ഇന്ന് മൈക്ക് കേടാണ്. കൂടിക്കാഴ്ച നടത്തണമല്ലോ. ഇതും മൈക്കാണല്ലോ. ഈ മൈക്ക് പ്രവർത്തിച്ചില്ലെങ്കിൽ മറ്റേ മൈക്ക് കൊണ്ട് ഉപയോഗമൊന്നുമില്ല. സാരമില്ല, ഇതും കാലാവസ്ഥയുടെ ഫലമാണ്. ബാബ് ദാദ ഇപ്പോൾ എല്ലാ കുട്ടികളിൽ നിന്നും ഈ പ്രത്യക്ഷത ആഗ്രഹിക്കുന്നു. ഏതുപോലെ വാണിയിലൂടെ പ്രത്യക്ഷത ഉണ്ടാക്കുന്നു, അപ്പോൾ വാണിയുടെ പ്രഭാവമുണ്ടാകുന്നു. അതിനേക്കാൾ കൂടുതൽ പ്രഭാവം ഗുണത്തിൻ്റെതും കർമ്മത്തിൻ്റെതും ഉണ്ടാകുന്നു. ഓരോ കുട്ടിയുടെയും നയനങ്ങളിലൂടെ ഈ അനുഭവം ഉണ്ടാകണം. ഇവരുടെ നയനങ്ങളിൽ ഒരു വിശേഷതയുണ്ട്. സാധാരണമായി അനുഭവിക്കരുത്, അലൗകികമാണ്. അവരുടെ മനസ്സിൽ ഈ ക്വസ്റ്റ്യൻ ഉയരണം, ഇത് എങ്ങനെ ആയി, എവിടെ നിന്നും ആയി? സ്വയം തന്നെ ചിന്തിക്കുകയും ചോദിക്കുകയും വേണം, ഇങ്ങനെ ആക്കുന്നവൻ ആരാണ്? ഏതുപോലെ ഈ കാലത്തെ സമയത്തും ഏതെങ്കിലും മേന്മയുള്ള വസ്തു കാണുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കിയത് ആരാണ്,
എന്ന് മനസ്സിൽ ഉയരുന്നു. അതേപോലെ തൻ്റെ ബാബ് സമാൻ ആകുന്നതിൻ്റെ സ്ഥിതിയിലൂടെ ബാബയെ പ്രത്യക്ഷമാക്കൂ. ഇക്കാലത്ത് മെജോറിറ്റി ആത്മാക്കളും ചിന്തിക്കുന്നു, ഈ സാകാര സൃഷ്ടിയിൽ, ഈ അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോഴും ഇങ്ങനെയും ഏതെങ്കിലും ആത്മാക്കൾക്ക് ആകാൻ സാധിക്കുമോ? അപ്പോൾ താങ്കൾ അവർക്ക് ഇത് പ്രത്യക്ഷ രൂപത്തിൽ കാണിക്കൂ. ആകുവാൻ സാധിക്കും, നമ്മൾ ആയിരിക്കുകയാണ്. ഇക്കാലത്ത് പ്രത്യക്ഷ തെളിവിനെയാണ് കൂടുതൽ അംഗീകരിക്കുന്നത്. കേൾക്കുന്നതിനേക്കാളും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ 4 ഭാഗത്തും എത്ര കുട്ടികളുണ്ട്? ഓരോ കുട്ടിയും ബാബയ്ക്ക് സമാനം പ്രത്യക്ഷ തെളിവായി മാറുകയാണെങ്കിൽ അംഗീകരിക്കുന്നതിനും അറിയുന്നതിനും പ്രയത്നമുണ്ടാകില്ല. പിന്നെ താങ്കളുടെ പ്രജ വളരെ വേഗത്തിൽ തയ്യാറാകും. പ്രയത്നവും സമയവും കുറവ് മതി. പ്രത്യക്ഷ തെളിവ് അനുഭവിക്കുന്നതിലൂടെ പ്രജയുടെ സ്റ്റാമ്പ് പതിഞ്ഞുകൊണ്ടിരിക്കും. താങ്കൾ രാജാവും റാണിയും ആകുന്നവരാണല്ലോ. ബാബ്ദാദ വീണ്ടും ഒരു കാര്യത്തിൻ്റെ അറ്റൻഷൻ വരുത്തുകയാണ്. വർത്തമാന വായുമണ്ഡലം അനുസരിച്ച് മനസ്സിൽ ഹൃദയപൂർവം ഇപ്പോൾ വൈരാഗ്യ വൃത്തിയെ എമർജ് ചെയ്യൂ. ബാബ്ദാദ ഓരോ കുട്ടിക്കും, അത് പ്രവൃത്തിയിൽ ഉള്ളവരായാലും സേവാ കേന്ദ്രത്തിൽ ഉള്ളവരായാലും എവിടെ കഴിയുന്നവരായാലും സ്ഥൂല സാധനം ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. കഴിക്കുവാനും കുടിക്കുവാനും വസിക്കാനുമുള്ള സാധനമില്ലാത്ത ഒരു കുട്ടി പോലും ഇല്ല. പരിധിയില്ലാത്ത വൈരാഗ്യ വൃത്തിയിൽ ഇരിക്കുമ്പോഴും ആവശ്യമായ സാധനം എന്താണോ വേണ്ടത് അത് താങ്കളുടെ അടുക്കലുണ്ട്. അഥവാ ആർക്കെങ്കിലും കുറവുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ തന്നെ അലക്ഷ്യമോ ആലസ്യമോ കാരണമാണ്. പിന്നെ ഡ്രാമയനുസരിച്ച് ബാബ്ദാദയ്ക്ക് അറിയാം, ആവശ്യമായ സാധനം എല്ലാവരുടെയും അടുക്കലുണ്ട്. അത് എന്താണോ ആവശ്യമായ സാധനം അത് കൂടെ ഉണ്ടായിരിക്കുക തന്നെ വേണം. എന്നാൽ ചിലയിടത്ത് ആവശ്യകതയേക്കാൾ കൂടുതൽ സാധനങ്ങളുണ്ട്. സാധന കുറവാണ്. സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അഥവാ ഉപയോഗപ്പെടുത്തുന്നത് കൂടുതലാണ്. അതിനാൽ ബാബ്ദാദ ഇന്ന് ബാബ് സമാൻ ആകുന്നതിൻ്റെ ദിവസത്തിൽ വിശേഷിച്ച് ഇത് അണ്ടർലൈൻ ചെയ്യിക്കുകയാണ്. സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ അനുഭവം വളരെയധികം ചെയ്തു. എന്ത് ചെയ്തുവോ അതും വളരെ നന്നായി ചെയ്തു. ഇപ്പോൾ സാധനയെ വർദ്ധിപ്പിക്കണം. അതായത് പരിധിയില്ലാത്ത വൈരാഗ്യ വൃത്തി കൊണ്ടുവരണം. ബ്രഹ്മ ബാബയെ കണ്ടിട്ടുണ്ട്. അന്തിമ നിമിഷം വരെ കുട്ടികൾക്ക് സാധനങ്ങൾ വളരെയധികം നൽകി. എന്നാൽ സ്വയം സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും ദൂരെയിരുന്നു. ഉണ്ടായിരിക്കുമ്പോഴും ദൂരെ ഇരിക്കുക, അതിനെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. എന്നാൽ ഒന്നും തന്നെ ഇല്ലാതിരിക്കുകയും നമുക്ക് വൈരാഗ്യമുണ്ട്, നമ്മൾ വൈരാഗ്യം തന്നെയാണ് എന്ന് പറയുകയാണെങ്കിൽ അതെങ്ങനെ നടക്കും? ആ കാര്യമേ വേറെയാണ്. സർവ്വതും ഉണ്ടായിരിക്കുമ്പോഴും നോളജിൻ്റെയും വിശ്വമംഗളത്തിൻ്റെയും ഭാവനയിലൂടെ ബാബയെയും സ്വയം തന്നെയും പ്രത്യക്ഷമാക്കുന്നതിൻ്റെ ഭാവനയിലൂടെ ഇപ്പോൾ സാധനങ്ങൾക്ക് പകരം പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി ഉണ്ടാകണം. ഏതുപോലെ സ്ഥാപനയുടെ ആദിയിൽ സാധന കുറവായിരുന്നില്ല. എന്നാൽ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയുടെ ഭട്ടിയിലിരിക്കുകയായിരുന്നു. ഈ 14 വർഷം തപസ്യ ചെയ്തു. ഇത് പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയുടെ വായുമണ്ഡലം ആയിരുന്നു. ബാബ്ദാദ ഇപ്പോൾ സാധനങ്ങൾ വളരെയധികം നൽകിയിരിക്കുന്നു. ഇപ്പോൾ സാധനങ്ങളുടെ യാതൊരു കുറവുമില്ല. എന്നാൽ ഉണ്ടായിരിക്കുമ്പോഴും പരിധിയില്ലാത്ത വൈരാഗ്യം ഉണ്ടാകണം. വിശ്വത്തിലെ ആത്മാക്കളുടെ മംഗളത്തെ പ്രതിയും ഈ സമയത്ത് ഈ വിധിയുടെ ആവശ്യകതയുണ്ട്. കാരണം 4 ഭാഗത്തും ഇച്ഛകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇച്ഛകൾക്ക് വശപ്പെട്ട് ആത്മാക്കൾ വിഷമിക്കുകയാണ്. കോടിക്കോടിപതിയായിരുന്നാലും
ഇച്ഛകളാൽ അവരും വിഷമിക്കുന്നു. വായുമണ്ഡലത്തിൽ ആത്മാക്കളുടെ വിഷമതയുടെ വിശേഷ കാരണം ഈ പരിധിയുള്ള ഇച്ഛകളാണ്. ഇപ്പോൾ താങ്കൾ തൻ്റെ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിലൂടെ ആ ആത്മാക്കളിലും വൈരാഗ്യവൃത്തി വ്യാപിപ്പിക്കൂ. താങ്കളുടെ വൈരാഗ്യവൃത്തിയുടെ വായുമണ്ഡലമില്ലാതെ ആത്മാക്കൾക്ക് സുഖിയും ശാന്തവും ആകാൻ സാധിക്കില്ല. വിഷമങ്ങളിൽ നിന്നും മുക്തമാകുവാൻ സാധിക്കില്ല. താങ്കൾ വൃക്ഷത്തിൻ്റെ വേരാണ്. ബ്രാഹ്മണരുടെ സ്ഥാനം വൃക്ഷത്തിൽ എവിടെയാണ് കാണിച്ചിരിക്കുന്നത്? വേരിൽ കാണിച്ചിരിക്കുകയാണല്ലോ. താങ്കൾ ഫൗണ്ടേഷനാണ്. താങ്കളുടെ അലകൾ വിശ്വത്തിൽ വ്യാപിക്കും. അതിനാൽ ബാബ്ദാദ വിശേഷിച്ച സാകാരത്തിൽ ബ്രഹ്മ ബാബയ്ക്ക് സമാനം ആകുന്നതിനുള്ള വിധിയായ വൈരാഗ്യവൃത്തിയുടെ നേർക്ക് വിശേഷ അറ്റൻഷൻ വരുത്തുകയാണ്. ഓരോരുത്തരിൽ നിന്നും ഈ അനുഭവം ഉണ്ടാകണം. ഇവർ സാധനങ്ങൾക്ക് വശപ്പെട്ടവരല്ല, സാധനയിൽ ഇരിക്കുന്നവരാണ്. ഉണ്ടായിരിക്കുമ്പോഴും വൈരാഗ്യവൃത്തി ഉണ്ടാകണം. ആവശ്യമുള്ള സാധനങ്ങൾ യൂസ് ചെയ്തുകൊള്ളൂ. എന്നാൽ എത്ര സാധിക്കുമോ അത്രയും ഹൃദയത്തിൽ നിന്നുള്ള വൈരാഗ്യവൃത്തിയോടെയാകണം. സാധനങ്ങൾക്ക് വശപ്പെട്ട് ആകരുത്. ഇപ്പോൾ സാധനയുടെ വായുമണ്ഡലം 4 ഭാഗത്തും ഉണ്ടാക്കൂ. ഇപ്പോൾ സമയത്തിൻ്റെ സമീപത അനുസരിച്ച് സത്യമായ തപസ്യയും സാധനയും തന്നെയാണ് പരിധിയില്ലാത്ത വൈരാഗ്യം. സേവനത്തിൻ്റെ വിസ്താരം ഈ വർഷത്തിൽ വളരെയധികം ചെയ്തു. ഈ വർഷം 4 ഭാഗത്തും വലിയ വലിയ പ്രോഗ്രാംസ് നടത്തി. സേവനത്തിലൂടെ സഹയോഗി ആത്മാക്കളും ധാരാളം ഉണ്ടായി, സമീപം വന്നു, സമ്പർക്കത്തിൽ വന്നു. എന്നാൽ കേവലം സഹയോഗിയാക്കിയാൽ മതിയോ? ഇവിടം വരെയാണോ ആക്കേണ്ടത്? നല്ല നല്ല സഹയോഗി ആത്മാക്കളാണ്. ഇപ്പോൾ ആ സഹയോഗി ക്വാളിറ്റിയുള്ള ആത്മാക്കളെ കൂടുതൽ സംബന്ധത്തിലേക്ക് കൊണ്ടുവരൂ. അനുഭവമുണ്ടാക്കിക്കൂ. അതിലൂടെ സഹയോഗിയിൽ നിന്നും സഹജയോഗിയായി മാറട്ടെ. ഇതിനു വേണ്ടി ഒന്നാമതായി സാധനയുടെ വായുമണ്ഡലവും രണ്ടാമതായി പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയുടെ വായുമണ്ഡലവും ഉണ്ടാകണം. അപ്പോൾ ഇതിലൂടെ സഹയോഗി സഹജയോഗിയായി മാറും. അവരുടെ സേവനം ചെയ്തുകൊണ്ടിരിക്കൂ. എന്നാൽ അതിനോടൊപ്പം സാധനയുടെ തപസ്യയുടെ വായുമണ്ഡലം ആവശ്യമാണ്. ഇപ്പോൾ 4 ഭാഗത്തും പവർഫുൾ തപസ്യ ചെയ്യണം. ആ തപസ്യ മനസ്സാ സേവനത്തിന് നിമിത്തമാകട്ടെ. ഇങ്ങനെയുള്ള പവർഫുൾ സേവനം ഇപ്പോൾ തപസ്യയിലൂടെ ചെയ്യണം. ഇപ്പോൾ മനസ്സാ സേവനത്തിലൂടെ, അതായത് സങ്കല്പത്തിലൂടെ സേവനത്തിൻ്റെ ടച്ചിങ് ഉണ്ടാകണം. അതിൻ്റെ ആവശ്യകതയുണ്ട്. സമയം സമീപം വന്നുകൊണ്ടിരിക്കുകയാണ്. നിരന്തര സ്ഥിതിയുടെയും നിരന്തര പവർഫുൾ വായുമണ്ഡലത്തിൻ്റെയും ആവശ്യകതയുണ്ട്. ബാബയ്ക്ക് സമാനമാകണം എങ്കിൽ ആദ്യം പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി ധാരണ ചെയ്യൂ. ഇതാണ് ബ്രഹ്മ ബാബയിൽ അന്തിമം വരെയും കണ്ട വിശേഷത. വൈഭവങ്ങളിൽ മോഹമുണ്ടായിരുന്നില്ല, കുട്ടികളിലും ഇല്ലായിരുന്നു. എല്ലാത്തിനോടും വൈരാഗ്യവൃത്തി. അപ്പോൾ ഇന്നത്തെ ദിവസം ബാബയ്ക്ക് സമാനം ആകുന്നതിൻ്റെ പാഠം ഉറപ്പിക്കണം. ബ്രഹ്മ ബാബയ്ക്ക് സമാനം ആവുക തന്നെ വേണം. ഇങ്ങനെയുള്ള ദൃഢനിശ്ചയം തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകും. ശരി, ഇന്ന് ഏതൊരു കാര്യത്തിനാണ് അണ്ടർലൈൻ ചെയ്തത്? പരിധിയില്ലാത്ത വൈരാഗ്യം. ഇപ്പോൾ ആത്മാക്കളെ ഇച്ഛകളിൽ നിന്നും രക്ഷിക്കൂ. പാവങ്ങൾ വളരെയധികം ദുഃഖിതരാണ്, വളരെയധികം വിഷമിക്കുന്നു. അതിനാൽ ഇപ്പോൾ ദയാഹൃദയരാകൂ. ദയയുടെ അല പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിലൂടെ വ്യാപിപ്പിക്കൂ. ഇപ്പോൾ എല്ലാവരും ഉയർന്നതിലും ഉയർന്ന പരംധാമത്തിൽ ബാബയുടെ കൂടെയിരുന്ന് സർവ ആത്മാക്കൾക്കും ദയയുടെ ദൃഷ്ടി നൽകൂ. വൈബ്രേഷൻ വ്യാപിപ്പിക്കൂ. വ്യാപിപ്പിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എങ്കിൽ ഇപ്പോൾ പരംധാമത്തിൽ ബാബയോടൊപ്പം ഇരിക്കൂ. അവിടെ നിന്നും ഈ പരിധിയില്ലാത്ത ദയയുടെ വായുമണ്ഡലം വ്യാപിപ്പിക്കൂ.
ബാബ്ദാദ ഡ്രിൽ ചെയ്യിച്ചു. ശരി, 4 ഭാഗത്തുമുള്ള സർവ അതിസ്നേഹിയായ കുട്ടികൾക്ക്, 4 ഭാഗത്തുമുള്ള സാധന ചെയ്യുന്ന സർവ ശ്രേഷ്ഠ ആത്മാക്കൾക്ക് ബാബ്ദാദയെ മുഴുവൻ ദിവസത്തിലും വളരെ പ്രിയപ്പെട്ടതും മധുരവുമായ ഹൃദയത്തിലെ ഗീതം കേൾപ്പിക്കുന്നവർക്ക്, ആത്മീയ സംഭാഷണം നടത്തുന്നവർക്ക്, ശക്തികളുടെയും ഗുണങ്ങളുടെയും വരദാനം കൊണ്ട് സഞ്ചി നിറയ്ക്കുന്നവർക്ക് ബാബ്ദാദയെ എല്ലാവരുടെയും ഗീതം, സന്തോഷത്തിൻ്റെ ഗീതം, സ്നേഹത്തിൻ്റെ ഗീതം, ആത്മീയ ലഹരിയുടെ ഗീതം, വളരെയധികം മനസ്സിനെ ആകർഷിക്കുന്ന മധുരമധുരമായ കാര്യങ്ങൾ കേൾപ്പിച്ചു. ബാബ്ദാദ അത് കേൾക്കുന്നതിലും കൂടിക്കാഴ്ച നടത്തുന്നതിലും ലവ്ലീൻ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സത്യമായ ഹൃദയമുള്ളവരും ഹൃദയത്തിലെ ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന കുട്ടികൾ മഹാനാണ്, സദാ മഹാൻ ആയിരിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള മധുരമധുരമായ കുട്ടികൾക്ക്, സദാ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയെ സ്വായത്തമാക്കുന്നവർക്ക്, ദൃഢനിശ്ചയ ബുദ്ധിയുള്ള കുട്ടികൾക്ക് ബാബ്ദാദ ഒന്നിനു പകരം കോടി മടങ്ങ് റിട്ടേൺ സ്നേഹം നൽകുകയാണ്. ഹൃദയേശ്വരൻ്റെ ഹൃദയത്തിലിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും വളരെയധികം സ്നേഹസ്മരണകൾ. നമസ്തേ. ആരെല്ലാം പുറത്തിരുന്നും കേട്ടുകൊണ്ടിരിക്കുന്നോ അവരെയും ബാബ കണ്ടുകൊണ്ടിരിക്കുന്നു. ബാബ്ദാദ ദൂരെയായി അല്ല കാണുന്നത്, എന്നാൽ എല്ലാ ഭാഗത്തുമുള്ള കുട്ടികളെ മുന്നിൽ കണ്ട് സ്നേഹസ്മരണകളും ആശംസകളും ഓർമ്മകളുടെയും സമ്മാനങ്ങളുടെയും ഓർമ്മക്കുറിപ്പുകളുടെയും റിട്ടേൺ നൽകുകയാണ്. സദാ പറക്കുന്ന കലയിൽ പറക്കുന്ന കുട്ടികൾ സദാ സമൃദ്ധമാണ്, സദാ സമൃദ്ധമായി ഇരിക്കുകയും ചെയ്യും. ശരി. വരദാനം. ശ്രേഷ്ഠ സങ്കല്പത്തിൻ്റെ ശക്തിയിലൂടെ സിദ്ധികൾ പ്രാപ്തമാക്കുന്ന സിദ്ധി സ്വരൂപമായി ഭവിക്കട്ടെ. മാസ്റ്റർ സർവശക്തിവാനായ കുട്ടികളായ താങ്കളുടെ സങ്കല്പത്തിൽ ഇത്രയും ശക്തിയുണ്ട്. അതായത് ഏത് സമയത്ത് എന്താഗ്രഹിക്കുന്നോ അത് ചെയ്യാൻ സാധിക്കും, ചെയ്യിപ്പിക്കാനും സാധിക്കും. കാരണം താങ്കളുടെ സങ്കല്പം സദാ ശുഭവും ശ്രേഷ്ഠവും മംഗളകാരിയുമാണ്. ഏതൊന്നാണോ ശ്രേഷ്ഠവും മംഗളത്തിൻ്റെതുമായ സങ്കല്പം, അത് തീർച്ചയായും സിദ്ധമാകുന്നു. മനസ്സ് സദാ ഏകാഗ്രമാകുന്നു, അതായത് ഒരു ലക്ഷ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു, അലയുന്നില്ല. എവിടെ ആഗ്രഹിക്കുന്നു, എപ്പോൾ ആഗ്രഹിക്കുന്നു അവിടെ മനസ്സിനെ സ്ഥിതി ചെയ്യിക്കാൻ സാധിക്കുന്നു. ഇതിലൂടെ സ്വതവേ സിദ്ധി സ്വരൂപമായി മാറുന്നു. സ്ലോഗൻ. പരിതസ്ഥിതികളുടെ ചഞ്ചലതയുടെ പ്രഭാവത്തിൽ നിന്നും രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ വിദേഹി സ്ഥിതിയിൽ ഇരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. ഓം ശാന്തി. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ
സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.